വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന വിധത്തിലുള്ള ഗുലാബ് ജാം വീട്ടിൽ തന്നെ തയ്യാറാക്കിയാലോ? നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അതിനായി ഞാനിവിടെ 8 ബ്രെഡ് പീസാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ 4 വശങ്ങളും കളഞ്ഞ് നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പോൾ നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഇവിടെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യം പാലാണ്. അപ്പം നനയുവാൻ പാകത്തിനുള്ള പാൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പം നമ്മളിവിടെ ബ്രെഡ് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് ഒരു ചെറിയൊരു പോർഷൻ എടുത്ത് നമുക്ക് അത് കയ്യിലിട്ട് ഉരുട്ടി നല്ല ബോൾ പരുവത്തിൽ ആക്കിയെടുക്കാം. ഇതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ വട്ടത്തിൽ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ റെഡിയാക്കി വെച്ച ബോൾസ് സെറ്റാണ്. നമുക്കിനി ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ പാൻ റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇത് വറുത്ത് കോരാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണയൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ബോൾസ് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്കിത് ഇളക്കി കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് റെഡിയാക്കാം. അപ്പോൾ എല്ലായിടവും ഒരുപോലെ നിറം വരുന്നത് വരെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടുകൊണ്ടേയിരിക്കാം. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഒത്തിരി ബ്രൗണിഷ് ആകേണ്ട ആവശ്യമില്ല. എല്ലായിടവും ഒരുപോലെ ആയാൽ മതി. അപ്പോൾ തിരിച്ചും മറിച്ചും ഇടുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നെക്സ്റ്റ് ബാച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് സ്ലോ ഫയറിലിട്ട് ബ്രൗണിഷ് ആകുന്നത് വരെ കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാനി തയ്യാറാക്കണേ ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര ഒരു ബൗളിലേക്ക് ഇടുന്നുണ്ട്. സെയിം അളവിൽ വെള്ളവും 1 കപ്പ് വെള്ളവും. ഇനി നമുക്കിത് പാനിയാക്കാം. അതിലേക്ക് 2 ഏലക്ക തൊലി പൊളിച്ച് അതിന് കുരുവടക്കം അതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷണലാണ്. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി. അതിലിപ്പോൾ കുറച്ചും കൂടി ഒരു ഫ്ലേവർ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിനി തീ ഓണാക്കാം. നമുക്കത് പാനിയാക്കി എടുക്കാം. ഇളക്കി കൊടുക്കാം. പാനി റെഡിയായി വരുന്നുണ്ട്. നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പ് നമുക്കിതിലേക്ക് ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ചൂടോടെ തന്നെ നമ്മുടെ ബ്രെഡ് ബോൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ബോൾസ് നമ്മൾ ഈ സിറപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഇത് സിറപ്പിൽ കിടക്കണം. എങ്കിലേ അതിലേക്ക് ഷുഗർ സിറപ്പ് പിടിക്കുകയുള്ളൂ. അപ്പോഴാണ് കുറച്ചും കൂടെ ബോൾസ് സോഫ്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.